പല കമ്പനീസിലും ഇൻ്റർവ്യൂസിന് പോകുമ്പോഴത്തേക്കും HR ഒരു എഫോർട്ട് ഇടാതെ അവരധികം ശ്രദ്ധിക്കാതെ ചിലപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ ഫോണിൽ വരെ യൂസ് ചെയ്തുകൊണ്ടാണ് ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കമ്പനിയുടെ ഒരു മേജർ ഡിപ്പാർട്ട്മെൻറ്റാണ് HR എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ്. അവർക്കാണ് ആ ഒരു കമ്പനിയിലോട്ടുള്ള എംപ്ലോയീസിനെ ഹയർ ചെയ്യുക, അതുപോലെ തന്നെ ഫയർ ചെയ്യുക, അതുപോലെ തന്നെ അവരെ മാനേജ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുക എന്നുള്ളത്. സോ ഹയറിങ്ങിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും HR മാനേജേഴ്സോ അല്ലെങ്കിൽ HR പ്രൊഫഷണൽസോ ചെയ്യുന്ന പല കാര്യങ്ങളെന്ന് വെച്ചാൽ, ഒന്ന് നല്ല നല്ല റെസ്യൂമുകൾ കണ്ടുപിടിച്ചെടുക്കുന്നു. തിരക്കുള്ള സമയങ്ങളിൽ അവർക്ക് റെസ്യൂംസ് നോക്കാൻ പറ്റാതെ പോകുന്നു. അവർ ഓരോരുത്തരെയും വിളിക്കുന്നു. ഓരോരുത്തരോടും നിങ്ങൾക്കുണ്ടാകുന്ന HR പ്രൊഫഷണൽസിന് ഉണ്ടാകുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നല്ലതാകാം, ചീത്തയാകാം. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നതും, HR പ്രൊഫഷണൽസ് നിങ്ങളുടെ ഇൻ്റർവ്യൂ കാര്യങ്ങളിൽ ഈ വരുന്ന ആൾ എല്ലാവരെയും പോലെ ഒരാളാണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യാതെ അയാളുടെ കേപ്പബിലിറ്റി എന്താണെന്ന് നിങ്ങൾ ആദ്യം റെസ്യൂമിൽ നിന്ന് മനസ്സിലാക്കുക. അത് അയാളിൽ നിന്ന് ഡിഗ് ചെയ്തെടുക്കാൻ നോക്കുക. എല്ലാവർക്കും ഈ പറയുന്ന പോലെ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങൾ ചോദിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞു തന്ന് പോകുക എന്നുള്ള ഒരു കാര്യങ്ങളൊന്നും മിക്കവർക്കും അറിയില്ല. ചിലവർ അവരുടെ കയ്യിൽ നിന്ന് അവർ മാക്സിമം ഇട്ട് നിങ്ങളെ ഇമ്പ്രസ് ചെയ്യാൻ നോക്കും. പക്ഷേ ചില ആൾക്കാർ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ മാത്രമായിട്ടായിരിക്കും ഉത്തരം പറയുന്നത്. സോ നിങ്ങളെ സംബന്ധിച്ച് ഓരോ ഇൻ്റർവ്യൂസ് നടക്കുമ്പോഴത്തേക്കും നിങ്ങൾ കൂടുതലായിട്ട് അവരുടെ കഴിവുകളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾ എന്നിട്ട് ഈ ഇൻ്റർവ്യൂ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മാനേജർ ആരോ അല്ലെങ്കിൽ ഇതിൻ്റെ ഓണർ ആരാണോ അവരിലോട്ട് പിന്നെ കണക്ട് ചെയ്ത് കൊടുത്ത് അവർക്ക് കൂടുതലായിട്ട് ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയായിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇവരുടെ എക്സ്പീരിയൻസ് മനസ്സിലാകാതെ ഈ ഒരു ആൾ കേപ്പബിൾ അല്ല എന്ന് വരുമ്പോഴത്തേക്കും അയാൾക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രോബ്ലം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ല എന്ന് വെച്ച് അയാൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മിസ്സായി പോകുന്നത്. സോ അങ്ങനെ വരാതിരിക്കാനായിട്ട് നിങ്ങൾ കുറച്ചും കൂടെ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ആ ഒരു റെസ്യൂം പഠിക്കുകയും അതുപോലെ തന്നെ വരുന്ന ആൾക്ക് നിങ്ങൾ നല്ല രീതിയിൽ അയാളിൽ നിന്ന് ഡിഗ് ചെയ്ത് ഓരോ ഇൻഫർമേഷൻസും കളക്ട് ചെയ്യുക. എന്നിട്ട് അത് മനസ്സിലാക്കി അതിൽ നിന്ന് ഒരു ഡിസിഷൻ എടുത്തിട്ട് നേരെ നിങ്ങളുടെ അടുത്ത ലെവൽ മാനേജറാണോ ഓണറാണോ അവർക്ക് അത് കൊടുത്ത് അവരുടെ അടുത്ത് ഓക്കെ ഒരു ഡിസിഷനിലോട്ട് എത്താൻ പറയുക. സോ ഇത് പലപ്പോഴായിട്ട് പല എംപ്ലോയീസും അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സും എൻ്റെ കൊളീഗ്സും എല്ലാം പറയുന്നൊരു കാര്യങ്ങളാണ്. പല കമ്പനീസിലും ഇൻ്റർവ്യൂസിന് പോകുമ്പോഴത്തേക്കും HR ഒരു എഫോർട്ട് ഇടാതെ അവരധികം ശ്രദ്ധിക്കാതെ ചിലപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ ഫോണിൽ വരെ യൂസ് ചെയ്തുകൊണ്ടാണ് ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനത്തെ ഒരു പ്രവണത ഉണ്ടാകാതെ നിങ്ങളൊരു എഫോർട്ട് ഇട്ട് മാക്സിമമായിട്ട് നിങ്ങൾക്ക് ഇവരെ ഹയർ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിലൂടെ തന്നെ പോവുക. അവസാന നിമിഷത്തോട്ട് ഹയറിങ്ങിലോട്ട് പോകാതെ ഉള്ള സമയത്ത് പ്രോപ്പറായിട്ട് റെസ്യൂംസ് എല്ലാം നോക്കിയിട്ട് നല്ല നല്ല ആളുകളെ, കഴിവുള്ള ആൾക്കാർക്ക് അർഹതമായിട്ടുള്ള ജോലി കിട്ടണമെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക.